ഹലോ, വെൽക്കം ടു അവർ ന്യൂ ചാനൽ ജിലൂസ് വേൾഡ്. അപ്പോൾ എല്ലാവരെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇത് ഞങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു കേട്ടോ, പൊന്നു ഗാർഡൻ പൊന്നു, അതിൻ്റെ ചാനൽ തന്നെയാണ് വേറെ. അപ്പം പൊന്നു ഗാർഡൻ പൊന്നു ഇത്രയും വളർത്തി തന്ന സബ്സ്ക്രൈബേഴ്സിനോടുള്ള നന്ദി ഞങ്ങൾ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലും ഒന്ന് ഡെവലപ്പാക്കി തരാൻ വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ ചാനൽ തുടങ്ങുകയാണ്. പിന്നെ ഇപ്പം നമുക്ക് ഉണ്ടെന്ന് പറയാനായിട്ട് നമ്മുടെ കയ്യിൽ റെഡി ആയിരിക്കുന്ന ഇതെന്ന് പറഞ്ഞാൽ കലാഞ്ചിയാണ്. എന്നെ ഇത്രയും അധികം ആക്കി തന്നത് കലാഞ്ചിയോ പ്ലാന്റ്സ് ആണ്. അപ്പോൾ കണ്ടോ, നമ്മളുടെ ഇത് റോസ് കളറാണ് ആദ്യത്തെ. കണ്ടോ, ഇതിലെ പൂവൊക്കെ തീരാറായി. ഈ സമയത്ത് അങ്ങനെ വളരെ റെയറാണ് കലാഞ്ചിയോ പ്ലാന്റ്സിൽ പൂക്കളൊക്കെ. എങ്കിലും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതിൽ എല്ലാത്തിലും പൂവുണ്ട്, അത്യാവശ്യം പൂവുണ്ട്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ 8 കളറ് അവൈലബിൾ ആണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്തുകയാണ് ഞാൻ. കണ്ടല്ലോ, ഇത് റോസ്, അത് കഴിഞ്ഞ് വൈറ്റ് ആണ് വന്നിരിക്കുന്നത്. വൈറ്റ് എങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കിക്കേ. ഇതൊക്കെ നമ്മൾ സെയിലിനുള്ള തൈകളാണ് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത്. അതുകൊണ്ടാണ് മദർ പ്ലാന്റ്സ് എല്ലാം ഞങ്ങളുടെ ഭായിമാരെടുത്ത് മാറ്റി വെച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ കുട്ടികളെ മാത്രം ഇപ്പം നിങ്ങൾക്ക് സെയിലിനുള്ളത് മാത്രമാണ് കാണിക്കുന്നത്. കണ്ടോ, അടിപൊളിയല്ലേ? ഇനിയിപ്പോൾ അടുത്തത് വരുന്നത് അടുത്ത വേറെ ക്രീം കളറാണ്, വൈറ്റും ആയിട്ടുള്ള ക്രീം കളറാണേ. നോക്കിക്കേ, ഇതൊരു വളരെ റെയറായിട്ടാണ് എനിക്കിത് കിട്ടിയത്. അപ്പം ഞാനതിനെ കുറച്ച് ചെടികളാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം റെഡിയായി. ക്രീം കളർ നല്ല രസമാണ് കേട്ടോ. ഇത് ക്യാമറയുടെയാണ്, പക്ഷേ ഇങ്ങനെ നല്ല ഇതായിട്ട് വരും. ഇനി അടുത്തതായിട്ടുള്ള സാൻഡലിൽ മെറൂണാണ്. അടിപൊളിയല്ലേ കാണാൻ? അപ്പോൾ ഇതങ്ങോട്ട് പൂക്കുന്ന സമയത്തുണ്ടല്ലോ ഭയങ്കര രസമാണ്. നേരം വെളുക്കുമ്പോഴത്തേനും എന്ത് ഹണി ബീസാണെന്നറിയാമോ വരുന്നത്. ഇതിൻ്റെ തേൻ എടുക്കാനായിട്ട് ഒത്തിരി ഉണ്ട്. നല്ല രസമാണ് ഇത് പൂത്ത് കഴിഞ്ഞ്. ഇത് പൂത്ത് കഴിഞ്ഞാൽ നമുക്ക് 5 മാസം ഗ്യാരൻറ്റിയാണ് പൂവ്. അതിനൊരു വ്യത്യാസമില്ല കേട്ടോ. അതുപോലെ പോവുക. അടുത്തത് നമ്മുടെ മെറൂൺ കളറാണ്. ഇത് പൂക്കാൻ തുടങ്ങി കഴിയുമ്പോഴത്തേനും നല്ല ബൊക്കറ്റ് ഷേപ്പായിട്ടിരിക്കും. അപ്പം ഇതിൻ്റെയെന്ന് പറഞ്ഞാൽ നോക്കിക്കേ, പൂവെല്ലാം വന്നിട്ട് പോയി. ഇത് നമ്മുടെ തൈകളാണ്. ഇപ്പോൾ ഇത് നമ്മൾക്ക് ഔട്ട്ഡോർ മാത്രമല്ല ഇൻഡോർ പ്ലാന്റ്സുമായിട്ട് വെക്കാൻ പറ്റും. ഈ കലാഞ്ചിയോ എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾക്ക് ലേഡീസിന് ഒരു ഗസ്റ്റുകളൊക്കെ വരുമ്പോഴത്തേനും എന്തൊരു ടെൻഷൻ അല്ലേ, ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. ഒരു വൈറ്റ് പോട്ടിലേക്ക് സെറ്റ് ചെയ്താൽ മതി. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ഓറഞ്ചാണ്. കണ്ടോ, ഓറഞ്ച് ഇങ്ങനെയൊക്കെ പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് കണ്ടോ, നോക്കിക്കേ, അടിപൊളിയല്ലേ? ഓറഞ്ച് കണ്ടോ. ഇനി ഇതിൻ്റെ പരിപാലനമൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇതും അത് തന്നെയാണ്. ഇത് ഷെയ്ഡ് ഇച്ചിരി വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇനി വരുന്നത് നമ്മുടെ മഞ്ഞയാണ്, യെല്ലോ കളറ്. യെല്ലോ കളറ് ഇത് പിടിച്ച് കിട്ടിക്കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് നല്ല സെറ്റ് ചെയ്യാനായിട്ട് നല്ല സൂപ്പറാണ്. ഇതിൻ്റെ പൂവാണെങ്കിലും പെട്ടെന്നൊന്നും പോകാറില്ല കേട്ടോ. നോക്കിക്കേ, കൊള്ളാം അല്ലേ? ഇനി മഞ്ഞ തന്നെയാണ്, മഞ്ഞയുടെ തൈയാണ് ഇരിക്കുന്നത്. അതിൻ്റെ സെയിലിനുള്ള തൈകളാണ് ഈ ഇരിക്കുന്നതൊക്കെ കേട്ടോ. നോക്കിക്കേ, കണ്ടോ, നല്ല രസമുണ്ട്. പിന്നെ നമ്മുടെ വരുന്നത് പിങ്ക് കളറാണ്. ഇവന് ഭയങ്കര രസമാണ് കേട്ടോ. പൂത്ത് കഴിയുമ്പോഴത്തേനും ചട്ടി നിറച്ചാണ് പൂക്കുന്നത് ഇതിരിക്കുമ്പോൾ. നമ്മൾ ഈ കലാഞ്ചിയോ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കാനുണ്ട്. ഞാൻ ഇതിൻ്റെ എല്ലാം മദർ പ്ലാന്റ്സ് അടുത്ത ദിവസം നിങ്ങളെ വീഡിയോ കാണിക്കുന്നതാണ് എൻ്റെ കയ്യിലുള്ളത്. നമ്മൾക്ക് ഒത്തിരി റിസ്ക് ഒന്നുമില്ല, ഒത്തിരി വെള്ളം കൊടുക്കണമെന്നോ. ഇപ്പോൾ 10 ദിവസം നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേനും ഒന്നും ഒരു കുഴപ്പമില്ല. ഇത് നമ്മൾ പിങ്കിൽ വൈറ്റ് ഷെയ്ഡുള്ളതാണ്. ഇത് കണ്ടോ, ഇത് അടിപൊളിയല്ലേ കാണാനായിട്ട്? നല്ല ഭംഗിയുണ്ട്. ഇതെല്ലാം കൊലയായിട്ട് പൂക്കുന്നത് തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കൊള്ളാം. അപ്പം നമുക്ക് ഇത് വേണ്ടവർ നമ്മളെ ഈ കാണുന്ന നമ്പറിൽ ഇതിൽ കോൺടാക്റ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. എൻ്റെ വാട്സപ്പ് നമ്പർ 9496226601.